അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു യുവാവ് സ്റ്റെപ്പിറങ്ങി വരുന്നുണ്ടായിരുന്നു. വിവേക് മനോഹരായിരുന്നു അത്. അഭിരാമിയെയും ദർശനെയും നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ടാണ് അയാൾ ഇറങ്ങി വന്നത്. ഹായ് വിച്ചുവേട്ടാ. അഭിരാമി അവനെ വിഷ് ചെയ്തു. ഹായ് ആമി, അവൻ തിരിച്ചു. ഇതെല്ലാം ദർശൻ ഒരു അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. ഇവിടെ വന്നത് മുതൽ ദർശന ഒരു കാര്യം ഉറപ്പായിരുന്നു. അഭിരാമിക്ക് ഈ കുടുംബവുമായി പരിചയമുണ്ടെന്ന്. വിവേക് മനോഹറിൻ്റെ അമ്മയുമായി അവൾ നടത്തിയ സംഭാഷണത്തിൽ നിന്നും അവനത് വ്യക്തമായതാണ്. പക്ഷേ പേര് ചുരുക്കി വിച്ചുവേട്ട എന്ന് വിളിക്കാൻ മാത്രം പരിചയം എങ്ങനെയുണ്ടായി എന്ന് അവന് സംശയമായി. ഹലോ, ദർശൻ വന്നിട്ട് കുറേ നേരമായോ? ദർശൻ്റെ ആലോചനകൾ പല വഴിക്കും പോകുവാൻ തുടങ്ങിയപ്പോഴേക്കും വിവേക് അവൻ്റെ അടുത്ത് വന്ന് നിന്ന് അവനെ വിഷ് ചെയ്തു. ഹലോ. ആ ഇല്ല, ജസ്റ്റ് ഇപ്പോൾ വന്നതേയുള്ളൂ. ഇരിക്കി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനും തൊട്ടടുത്തായി ഉണ്ടായ സോഫയിലിരുന്നു. എന്തൊക്കെയുണ്ട് ദർശൻ, ഓഫീസൊക്കെ എങ്ങനെ പോകുന്നു? ഫൈൻ. അവർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ലത പതുക്കെ അവിടെ നിന്നും അകത്തേക്ക് പോയി. പിന്നീട് അവർ വന്ന കാര്യത്തെക്കുറിച്ചും ബിസിനസ് ഡീലിനെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു. ഒരു ധാരണയിലെത്തി. അത് കഴിഞ്ഞ് ദർശൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളെ പറ്റിയും മറ്റു ബിസിനസ്സുകളെ പറ്റിയും അവരുടെ സംഭാഷണങ്ങൾ നീണ്ടു തുടങ്ങിയപ്പോൾ അഭിരാമി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. ആ കഴിഞ്ഞോ മോളെ, ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? അവളെ കണ്ട് ലത ചോദിച്ചു. ആ, അത് സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ അവർ വേറെ കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ അമ്മേ, ബോറടിച്ച് ഞാൻ ഒരു വഴിയായി. അതാ ഞാൻ എഴുന്നേറ്റ് പോന്നത്. അവളുടെ സംസാരം കേട്ട് ലത ചിരിച്ചു. പെട്ടെന്നാരോ ഓടി വന്ന് അഭിരാമിയെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ആമി ചേച്ചി എപ്പോൾ എത്തി? വിവേകിൻ്റെ അനിയത്തി വർഷയായിരുന്നു അത്. ഞാൻ വന്നിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞല്ലോ പെണ്ണെ. നീ കോളേജിലേക്ക് തന്നെയാണോ പോകുന്നത്? ഓ പിന്നെ, 1 മണിക്കൂർ മുമ്പ് വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയാണ് നിർബന്ധിച്ച് റെഡിയാകാൻ പറഞ്ഞു വിട്ടത്. ഇങ്ങനെ തള്ളാതെ എൻ്റെ ചേച്ചി. രണ്ടുപേരുടെയും സംസാരം കേട്ടുകൊണ്ട് ലതയും അവിടെ സഹായത്തിന് നിൽക്കുന്ന ഭാർഗവിയും പരസ്പരം നോക്കി ചിരിച്ചു. വർഷ പതുക്കെ അഭിരാമിയെ കെട്ടിപ്പിടിച്ച് വലിച്ച് അടുക്കളയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവന്നു. ചേച്ചി, അതാണോ ചേച്ചിയുടെ ദർശേട്ടൻ? ആള് സൂപ്പറാണല്ലോ. ഇങ്ങനെ വീഴ്ത്താൻ ചേച്ചി കുറച്ച് പാടുപെടേണ്ടി വരും. ആ പിന്നെ, ചേച്ചിയും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവല്ലല്ലോ. അതുകൊണ്ട് പിടിച്ചു നിൽക്കാം. ഡി മതി എന്നെ വാരിയത്. അയ്യോ, ഞാൻ ശരിക്കും പറഞ്ഞതാ. ചേച്ചി സൂപ്പറല്ലേ? ശരിക്കും? പിന്നല്ലാതെ. അപ്പോഴേക്കും ലത അവർക്കരികിലൂടെ ദർശനും വിവേകിനും അടുത്തേക്ക് നടന്നു. എന്നാ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ബാക്കി സംസാരം. എന്നാ പിന്നെ അങ്ങനെയാവാം. വാ ദർശൻ. വിവേകും അവനെ ക്ഷണിച്ചു. നോ താങ്ക്സ് വിവേക്, ഞാൻ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാ പിന്നെ നിങ്ങൾ കഴിക്ക്, ഞങ്ങൾ ഇറങ്ങട്ടെ. ഡോണ്ട് ബി സോ ഫോർമൽ മാൻ. ഇത് വെറുമൊരു ബിസിനസ് മീറ്റ് മാത്രമായി കരുതണ്ട. അഭിരാമി ദർശനെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ മുതൽ തന്നെയൊന്ന് മീറ്റ് ചെയ്യണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അഭിരാമി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ താനും ഞങ്ങൾക്ക് അന്യനല്ലല്ലോ. വിവേക് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ദർശന് മനസ്സിലായില്ലെങ്കിലും അവനൊന്ന് പുഞ്ചിരിച്ചു. വാ മോനെ, അമ്മയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. വാ ദർശേട്ടാ, കഴിച്ചിട്ട് നമുക്കിറങ്ങാം. അവനടുത്തായി വന്നു നിന്നുകൊണ്ട് അഭിരാമി പറഞ്ഞു. സാറെന്ന് വിളിക്കടി. അവൾക്കരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ദർശൻ പറഞ്ഞു. വളരെ പതുക്കിയാണ് അവനത് പറഞ്ഞത്. അതുകൊണ്ട് കുറച്ച് അകലെയായി നിന്നിരുന്ന മറ്റു 3 പേരും അത് കേട്ടില്ല. വാ ദർശൻ, നമുക്കിരിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിവേക് നടന്നു. ഇതിന് മാത്രം ഒരു കുറവുമില്ല. ചുണ്ടു ഒരു വശത്തേക്ക് ചെരിച്ചു പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞ് മുൻപേ നടന്നവർക്ക് പിന്നിലായി അഭിരാമി നടന്നു. ദർശനും അവർക്ക് പിന്നിലായി നടന്നു. ആ ദർശൻ, ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് വർഷ, മൈ വൺ ആൻഡ് ഓൺലി സിസ്റ്റർ. വിവേക് വർഷയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടുപേരും പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു. പിന്നീട് അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. ദർശേട്ടാ, ഓ സോറി, അങ്ങനെ വിളിക്കാലോ? വർഷ ചോദിച്ചു. നീ ധൈര്യമായി വിളിക്കടി. വിവേക് ഒരു പ്രത്യേക ഇനത്തിൽ അത് പറഞ്ഞത് കേട്ടപ്പോൾ ബാക്കിയുണ്ടായിരുന്നവരെല്ലാം ചിരിച്ചു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും പരസ്പരം വിശേഷങ്ങൾ പങ്കുവെച്ചു. ദർശന് പുതിയൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നലുണ്ടായില്ല. ഒരുപാട് നാളത്തെ പരിചയമുള്ളതുപോലെ തോന്നി. ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം കൂടി എല്ലാവരും സംസാരിച്ചിരുന്നിട്ടാണ് ദർശൻ പോയത്. അതും വർഷയ്ക്ക് കോളേജിൽ പോകാൻ സമയമായെന്ന് ഭാർഗവിയമ്മ ഓർമ്മപ്പെടുത്തിയതുകൊണ്ട്.
തിരിച്ച് ഓഫീസിലേക്കുള്ള യാത്രയിൽ ഒരുപാട് തവണ ദർശൻ അഭിരാമിയെ നോക്കി. അവൻ അവളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അവൻ നോക്കുന്നത് അവൾ കണ്ടെങ്കിലും അവളത് അറിഞ്ഞതായി ഭാവിച്ചില്ല. ദർശേട്ടന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്? ഉണ്ട്. അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. നിനക്ക് എങ്ങനെയാ വിവേകിൻ്റെ കുടുംബവുമായിട്ട് ഇത്ര പരിചയം? അവൾ അവനെയൊന്ന് നോക്കി. എന്താ ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം? ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി നീ പരിചയപ്പെട്ടതല്ല അവരെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം, ആ കുടുംബത്തിലുള്ളവർക്ക് നിന്നോടുള്ള സ്നേഹം എല്ലാം ഞാൻ കണ്ടതാണ്. അത് ഞാൻ പറയാം. അതിനു മുൻപ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വിച്ചേട്ടൻ ആളെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ? അവൻ സംശയത്തോടെ അവളെ നോക്കി. കാണാൻ എങ്ങനെയാ? അവളുടെ സ്വഭാവം, ചുറ്റുപാട് ഇന്ന് കണ്ടിടത്തോളം എന്താ തോന്നിയത്? എന്തിനാ? നിനക്ക് കല്യാണം ആലോചിക്കാനാ? കല്യാണം ആലോചിക്കാനാ, പക്ഷെ എനിക്കല്ല, വേറൊരാൾക്ക്. ആർക്ക്? ദേവിക്ക്. അഭിരാമി! ദേഷ്യത്തോടെ ദർശൻ വിളിച്ചു. മതിയായില്ലേ നിനക്കൊക്കെ? സങ്കടപ്പെടുത്താനും വിഷമിപ്പിക്കാനും പറ്റാവുന്ന എക്സ്ട്രീം ലെവൽ വരെ നിങ്ങൾ അവളെ വിഷമിപ്പിച്ചില്ലേ? ഇനിയും തീർന്നില്ലേ നിങ്ങൾക്കൊന്നും? ദർശേട്ടാ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ? വേണ്ട, എനിക്ക് കേൾക്കണ്ട ഇനിയും. നിനക്കൊന്നും വെച്ച് കളിക്കാൻ തരില്ല ഞാൻ എൻ്റെ പെങ്ങളെ. വേണ്ട, തരണ്ട. പക്ഷേ ജീവിതാവസാനം വരെ അവൾ ആ മുറിക്കകത്ത് അടച്ചുപൂട്ടി ഇരിക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതിലാണോ നിങ്ങളുടെയൊക്കെ സന്തോഷം? ആരു പറഞ്ഞു നിന്നോട് അവൾ മുറിക്കകത്ത് തന്നെ അടച്ചുപൂട്ടി ഇരിപ്പാണെന്ന്? എന്നാൽ കേട്ടോ, എൻ്റെ പെങ്ങൾ മാറി തുടങ്ങി. അവൾ ഞങ്ങളോട് എല്ലാവരോടും സംസാരിച്ചു തുടങ്ങി. നോക്കിക്കോ, ഇനി അധികം വൈകാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ദേവിയെ തിരിച്ചു കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നീയും നിന്റെ വീട്ടുകാരും കയറി വരാതിരുന്നാൽ മതി. ദേഷ്യം കൊണ്ട് അവൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ മുറുകിയിരുന്നു. നന്നേ വെളുത്ത അവൻ്റെ മുഖം ചുവന്നിരുന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അവൻ്റെ ഈ ഭാവം അഭിരാമിയിൽ ഭയമുളവാക്കിയിരുന്നുവെങ്കിലും അവനോട് ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ദർശേട്ടൻ പറഞ്ഞത് ശരിയാ. ദേവി എന്നെ വിളിച്ചിരുന്നു. അമ്മയോടൊപ്പം ഷോപ്പിങ്ങിന് പോയതും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായതും എല്ലാം അവൾ എന്നോട് പറഞ്ഞു. പക്ഷേ അതിൽ നിന്നെല്ലാം എനിക്കൊരു കാര്യം മനസ്സിലായി. അവൾ അതെല്ലാം ചെയ്തത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അവൾക്ക് സന്തോഷമുണ്ടായിട്ടല്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും അന്ന് കല്യാണപ്പന്തലിൽ വെച്ച് അവൾ അനുഭവിച്ച അതേ വേദന തന്നെ ഇപ്പോഴുമുണ്ട്. അവൾ ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. നീ ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയാ. അങ്ങനെയൊന്നുമല്ല. അവൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാ അവൾക്ക് മാറാൻ ആഗ്രഹമുണ്ടെന്ന്. അവളെ പറയാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് കയറി ദർശൻ കയർക്കുന്ന പോലെ സംസാരിച്ചു. ശരിയാ, അവൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവളെക്കൊണ്ട് അതിന് സാധിക്കുന്നില്ല. പിന്നെ ഇന്നലെ ഞങ്ങൾ കണ്ടത് എന്തൊക്കെയാ? അതൊക്കെ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ടതാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അതുതന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. ഒന്ന് ആലോചിച്ചുകൂടെ? ഇന്നലെ വരെ ഒരാളോടും മിണ്ടാതെ ആർക്കും മുഖം തരാതെ മാറി നിന്നവൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും മാറാൻ പറ്റുമോ അവൾക്ക്? അപ്പോൾ തന്നെ മനസ്സിലായില്ലേ അത് അവൾ ചെയ്തത് അവളുടെ ഇഷ്ടത്തിനല്ല, നിങ്ങൾക്കൊക്കെ വേണ്ടിയാണെന്ന്. അവൾ പറഞ്ഞതുപോലെ അവൾക്ക് മാറാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവളെ കൊണ്ടതിന് പറ്റുന്നില്ല. അതാണ് സത്യം. അവളൊരു പുതിയ ജീവിതം തുടങ്ങണമെങ്കിൽ ആദ്യം അവൾക്ക് എല്ലാം മറക്കാൻ സാധിക്കണം. അവളുടെ ഉള്ളിൽ വേദനകളെല്ലാം അവൾക്ക് മറക്കാൻ സാധിക്കണം. അതെല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞ് അത് എല്ലാവരുടെയും മനസ്സിൽ നിന്നും ഇറക്കി വയ്ക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കൊക്കെ വേണ്ടി അവൾ സന്തോഷം അഭിനയിക്കും. കുറച്ചു നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി അവൾ ചിലപ്പോൾ വേറൊരു വിവാഹത്തിന് സമ്മതിക്കുമായിരിക്കും. പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും, അവൾക്ക് വേണ്ടിയാവില്ല. ദർശൻ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. അവനെന്തോ ആലോചനയിലാണെന്ന് അവൾക്ക് മനസ്സിലായി. ശരി, നീ പറയുന്നത് പോലെ മനസ്സിലുള്ള വേദനകൾ പങ്കുവെക്കുമ്പോൾ കുറയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അവൾ ഞങ്ങളോട് തന്നെ അത് പറയും. ഇല്ല, ഒരിക്കലും അത് അവൾ നിങ്ങളോട് പങ്കുവെക്കില്ല. കാരണം അവൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സും വേദനിക്കുമെന്ന് അവൾക്കറിയാം. അതിനവൾ ഒരിക്കലും തയ്യാറാവില്ല. ശരി, നീ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷേ എങ്ങനെയാ അവളോട് പോയി ഒരു കല്യാണാലോചനയെക്കുറിച്ച് സംസാരിക്കുന്നത്? അതൊന്നും ശരിയാവില്ല. അതിനാരു പറഞ്ഞു കല്യാണാലോചനയെക്കുറിച്ച് സംസാരിക്കാൻ? പിന്നെ നീയല്ലേ പറഞ്ഞത് വിവേകിനെ അവൾക്ക് വേണ്ടി ആലോചിക്കാമെന്ന്? ആലോചിക്കണം, പക്ഷേ അത് നമ്മളുടെ മാത്രം മനസ്സിലിരിക്കേണ്ട ഒരു കാര്യമാണ്.
ഡയറക്റ്റായിട്ട് ഒരു കല്യാണ ആലോചനയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരെ തമ്മിൽ പരിചയപ്പെടുത്തി കൊടുക്കണം. അവർ നല്ല സുഹൃത്തുക്കളാവട്ടെ, പരസ്പരം മനസ്സിലാക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ വിവാഹാലോചനയെക്കുറിച്ച് അവരോട് പറയാം. അവൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നു. അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവന് തോന്നി. ശരി, നീ പറഞ്ഞതുപോലെ അവർ സുഹൃത്തുക്കളാവട്ടെ, പരസ്പരം മനസ്സിലാക്കട്ടെ. അതിലൊന്നും എനിക്ക് എതിർപ്പില്ല. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണെന്നുള്ള രീതിയിൽ സംശയത്തോടെ അവൾ അവനെ നോക്കി. എന്തുകൊണ്ട് വിവേക്? എന്തുകൊണ്ട് മറ്റാരെങ്കിലും നമുക്ക് നോക്കിക്കൂടാ?